വാസുണ്ണന്റെ മരണാനന്തര ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത് നിമേ വാസുണ്ണനെ കാത്തുള്ളേ കൊന്നതാണോ നീ? മലയാളിയുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുവാണെങ്കിൽ അങ്ങോട്ട് വരാൻ പറയടാ. നാടിന്റെ നാഥന് വീട പരുന്തു വാസു ഉപചാരപൂർവ്വം ഭരണ വീട്ടിൽ കിടന്നത് എല്ലാരും ഇങ്ങനെ ബേളം അവിടെ രാമായണം വരെയൊക്കെ കേൾക്കുന്ന പോലില്ല. അവർ രാമായണം വായിക്കാൻ രാമായണം വായിക്കുന്ന മലയാളിയുടെ ബോഡി എടുക്കാൻ പോണേ. എന്റെ KGF വീണ്ടെടുക്കാൻ ഞാൻ തിരിച്ചു വരും. എന്റെ പെട്ടി എവിടെ ഇരിക്കുന്ന ബാബു? ചന്ദ്ര പോലെ ചന്ദ്ര കര 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 കര. വാസുണ്ണ സിറ്റിയിൽ വന്നിട്ട് ഏകദേശം 4 ദിവസത്തോളം ആയി. അവസാനമായിട്ട് കണ്ടത് ഏതാ 2-ാം തീയതി എന്തോ ടർഫിനാണ്. 2-നോ 3-നോ ദിവസം എത്രയായി? വാസുണ്ണന്റെ മരണാനന്തര ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് മുടിയും വെട്ടി ഇന്ന് മരണാനന്തര ചടങ്ങുകളിലേക്ക് നോക്കിയിട്ട് ഇന്ന് ആധാരം എടുത്ത് TB നമ്മൾ ഉണ്ടാക്കുവാണ്. അപ്പൊ TBയുടെ ആരംഭം ദൈവമേ കൈ തൊഴാൻ കോക്കണം പോക്കിലോ. വാസുണ്ണനെ ഏത് ദൈവമേ വാസുണ്ണനെ കാത്തുള്ളേ. ഇതങ്ങനെ വാസുണ്ണൻ പോയി കഴിച്ച് നമ്മളെ വിട്ട് പോയി. ഇനിയിപ്പോ വാസുണ്ണന് പോലെ TV നമ്മൾ TB ആയിട്ട് നോക്കുവാണ്. വാസുണ്ണന് നമ്മള് എല്ലാ രീതിയിലും വാസുണ്ണന് നമ്മൾ കൊടുക്കുവാണ്. കുറച്ച് ഫ്ലെക്സ് പോസ്റ്ററും ഈ ചവരിൽ സൈഡിലടിക്കുന്ന ആദരാഞ്ജലികളുടെ സാധനവും നമുക്ക് സെറ്റാക്കുന്നുണ്ട്. അപ്പൊ ഇനി മെഴുകുതിരി ചന്ദനം കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മണം ഈ ചീഞ്ഞ ഡെഡ് ബോഡിയുടെ മണം അടിക്കാതിരിക്കാൻ ചന്ദനം കത്തിച്ച് വെച്ചിട്ടുണ്ട്. ബോഡി കിട്ടാത്തതിനെ തുടർന്ന് നമ്മള് ചെറിയൊരു കുടം വെച്ചാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇനി വെള്ളത്തിൽ ഒഴുക്കണം. പിന്നെ വാസോണ്ണൻ പറഞ്ഞ് ഏൽപ്പിച്ചതനുസരിച്ചിട്ട് ഇത് ഞാനാണ് ഭരിക്കേണ്ടത്. സത്യം പറഞ്ഞ ടിവിയെ ബാബു ഭരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു മുദ്രക്കടലാസ് എഴുതി മുകളിൽ വെച്ചിട്ടുണ്ട്. ഒക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വാസോണ്ണൻ എന്തായാലും വരൂല. കുറച്ച് ദിവസം ഈ വാസോണ്ണനെ കാണാത്തതുകൊണ്ട് നമ്മള് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് RIP വാസോണ്ണൻ. ചന്ദ്രനെ കൂടെ വിളിച്ചിട്ട് പെട്ടെന്ന് വരട്ടെ. പെട്ടെന്ന് മുടി വെട്ടിയിട്ട് നിൽക്കാം. ഒരുപാട് പേര് കാണാനൊക്കെ വരുന്ന ഒന്ന് ഫേഷ്യലും ചെയ്തേക്കാം. എന്തായാലും ബോഡിയിൽ നിന്ന് പറയാൻ മലയാളി വാസോണ്ണൻ്റെ ഒരു ജട്ടി കൊണ്ടിട്ട് അതിന് ചുറ്റി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കും. ഹലോ ബാബു, ബാബു എന്താ ഒരു പ്രശ്നം ഉണ്ടടാ? പോയി നീ എവിടെ ഉണ്ട്? ഗ്യാങ് ഹൗസിൽ വരല്ലേ നീ? ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടി വാ. നീ വാ ഞാൻ കാണിച്ചു തരാം. ലുക്ക് കാണിക്കാനാണ് വിളിച്ചത് എന്നെ. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചിട്ട് അത് പോയടാ. എന്ത് പൈസയാ? വാ ഈ ഡോർ നോക്കടാ. വീട് പോയടാ പോയി. ബാബു ഉറപ്പായിട്ടും ജീവിച്ചിട്ടുണ്ടാവൂലടാ. ഞാൻ ഒരു ജോത്സ്യനെ കണ്ട് ചോദിച്ചു. അവരും പറഞ്ഞ് ചട്ടിട്ടുണ്ട് ഇതിനു മുന്നേ. ചന്ദ്ര കൊറേ കട ഉണ്ടല്ലടാ. ഇതാകുമ്പോ പിന്നെ മറ്റേ ഇതും കിട്ടും. ബാബു പോയി അണ്ണനൊക്കെ പോയി. ഹിമക്കരടി പിടിച്ച് എടാ LICയുടെ പോലീസിന് ആള് വരും. അവര് ഡെഡ് ബോഡി കണ്ടാലേ അവര് പൈസ തരുള്ളൂന്ന് പറഞ്ഞ് കൊന്നതാണോ നീ? പോടാ. നീ കണ്ടിട്ട് എത്ര ദിവസമായി മുതലേ? കുറച്ച് ദിവസമാടാ. ഇത്രയും ദിവസം ഇന്റെ വരെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടാ? വിളിക്കായിരുന്നിട്ടുണ്ടാ? ഇല്ല. എടാ ഒരു കറുത്ത കൊടി കിട്ടണല്ലോ ഇവിടെ. എടാ ഫ്രണ്ടിൽ ഒരു കറുത്ത കൊടി കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? ഒരു കറുത്ത എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ? ഒരു ബോർഡെങ്കിലും. രായന്റെ മുണ്ടൂരി ഇവിടെ ചുറ്റിയിട്ടല്ലടാ.
ഇപ്പൊ ചടങ്ങുകൾ നടക്കുന്ന എല്ലാവരുടെ വരാൻ പറ ബാബു. ആ മലയാളിയുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുവാണ്. ഗ്യാങ് ഹൗസിലോട്ട് വരാൻ പറയടാ. ബാബു നമുക്ക് അങ്ങോട്ട് വാസു വന്നപ്പോഴേ അതൊക്കെയാണല്ലോ കാണണേ. എവരിവൺ ഇൻ ദ സിറ്റി ഈസ് ഇൻവൈറ്റഡ് ഫോർ പരുന്തു വാസുസ് ഫ്യൂണറൽ ഫംഗ്ഷനോ. 2 ദിവസം സിറ്റിയിൽ വരായിരുന്നപ്പോ കൊന്നു കളഞ്ഞല്ലേ എന്നെ. ഇതെന്തോ ഇതില് വാറിലും പോസ്റ്ററിലും ഒക്കെ കാണണേ. അണ്ണാ അത് ഗണ്ണ് വിൽപ്പന ഇത് പരിപാടി ഉണ്ടെന്ന് ഗണ്ണ് വിൽപ്പനയുടെ അടിച്ചു നോക്കണ വായിച്ചു നോക്കണ എന്തുവാന്ന്. ഹാപ്പി ഡെഡ് ആനിവേഴ്സറി വാസണ്ണ. ഞാൻ ഇപ്പൊ വാർത്ത കയറിയുള്ള എനിക്കൊന്നും അറിയത്തില്ല, ചേട്ടൻ അറിയത്തില്ല. പിന്നെ ഇവിടെ നിക്കുന്നവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു പറയാനാടാ. അല്ല ആരെങ്കിലും കേട്ടാ വിചാരിക്കും. ആളെ കൂട്ടാൻ പറ്റില്ല, അതും കൂട്ടണം. ആ ചന്ദ്ര ചന്ദ്ര രാമായണം വായിക്കണ്ട ഫോട്ടോ പാട്ടോ രാമായണം വായിക്കണ്ടാ. കറക്റ്റ് ഇവൻ വായിക്കുന്നുണ്ട് രാമായണം വായിക്കാം. ബാഡി കിട്ടിയില്ല, ഒരു ജെട്ടി മാത്രമേ കിട്ടിയുള്ളൂ മിച്ചമായിട്ട്. നീ വെറുതെ ഒന്ന് ഗ്യാങ് ഹൗസ് വിളിച്ചു ചോദിച്ചേ എന്താ സംഭവം. ഞാൻ റേഡിയോയിൽ തന്നെ ചോദിക്കാം. ഞാൻ ചോദിക്കാം. റേഡിയോയിൽ ജോയിൻ ചെയ്യും. ഹലോ, റേഡിയോയിൽ ആരൊക്കെ ഉണ്ട്? ഹലോ, എല്ലാരും ഗ്യാങ് ഹൗസ് ആടാ. അണ്ണനെ കരടി കൊണ്ടുപോയതൊക്കെ റേഡിയോയില് ചോദിച്ചത്. എന്നിട്ട് ഹലോ, എന്തോടാ കേട്ടില്ല? എന്തുപറ്റി? വാസം എന്തുപറ്റി? ഹലോ, പോയടാ ആര് പോയെന്ന്? എങ്ങോട്ട് പോയി? ആരെങ്ങോട്ട് പോയെന്ന്? നിങ്ങളൊക്കെ ആര് പോയത്? ഗ്യാങ് ഹൗസ് വാടാ. അത്തം പോയെന്നൊക്കെ. എടാ വണ്ടിയിട് ഇത് മറ്റേ TV ആണ്. ഉറപ്പിച്ചോണ്ട് കരടി വണ്ടി എന്നാ. അണ്ണാ തല ഈ മാസ്ക് കൂട്ടാൻ ബാക്ക് വഴി കേറിയാതി. ആ കൂട്ടം കാണാം. ഇല്ല ഞാൻ വന്നോളാം. ഇതാരെ ബോട്ടാണ് കൊണ്ടുപോണേ. എങ്ങനെ ഇരിക്കണം? തിരിച്ചു വരുമല്ലേ? ഓക്കെ. ഞാൻ മണി ടർഫിലുണ്ടാ. എടാ നീ ആർക്ക് വേണ്ടി ഗ്രൈൻഡ് ചെയ്യണ്ടാ? മണി ടർഫില് ആർക്ക് കൊടുക്കാനാടാ ഗ്രൈൻഡ് ചെയ്യുന്ന? നീ വാടാ. പോയടാ കരടി എടുക്കാൻ പോയതാടാ. പോയടാ തൊടിയലക്കാതെ സുരുപോലെ വിളിച്ചൊരു വരവ് വരും. അതെന്തിനത്? നാടിന്റെ നാഥന് വീടാ പരുന്തു വാസു ഉപചാരപൂർവ്വം TVM. അണ്ണാ ഞാനില്ല അണ്ണ, എണ്ണ കണ്ടല്ല, ഞാൻ വന്നിറങ്ങിയതേ ഉള്ളൂ. അണ്ണാ 50 ലക്ഷം അറിയോ ഒരു ഫ്ലെക്സ് അടിക്കാൻ? അയ്യോ 50 ലക്ഷം ഒക്കെ ഇറക്കി ഇതിനായിട്ട്. ഇവിടെ അണ്ണാ എങ്ക പാത്താലേ അണ്ണ അണ്ണ മാല ഇട്ട് നോക്ക്. ഒരുത്ത ഫോട്ടോ എടുക്കുന്നുണ്ടോ അവിടെ? ആ സൈഡിൽ M4 എന്തിനു വെച്ചത്? ഒരു ശസ്താവ് വെച്ചുകൂടായിരുന്നാ? ആരെങ്കിലും ചോദിച്ചാ വിമലനാന്ന് പറഞ്ഞാ മതി. ഓക്കെ. എടാ എന്തായി കാര്യങ്ങളൊക്കെ? എന്തെങ്കിലും ആവശ്യമുണ്ടോ ക്യാഷിന്റെ?
എന്നെ അതിനകത്ത് വെച്ച് വലിയ മൈൻഡ് ചെയ്യണ്ട. വിമലം വന്നു അങ്ങനൊന്നും പറയണ്ട. ഞാൻ സൈഡിൽ എവിടെ നിന്നോളാം കേട്ടാ. ബോഡി ഒന്നും വന്നില്ല മിസ്റ്റർ. ബോഡി ഇല്ല, കരടി കൊടുത്തില്ലെന്നാ അറിഞ്ഞത്. കരടിയാ? എന്ത് കരടി? ബോഡി കരടി കൊടുത്തില്ല. ഒരു ഫോട്ടോയോ 2 ചന്ദനത്തിരി ഒരു മാലയും തൂക്കിയോടെ ബാബു ചേട്ടൻ കരയുന്നുണ്ട്. ഇവിടെ ഞാൻ വിശ്വസിക്കൂല, എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല. കണ്ണം ചത്തിട്ടില്ല. രാമായണം വായിക്കണാരെങ്കിലും അയ്യോ അയ്യോ ഈ കൊച്ചന്തേരെ എന്റെ നേരെ നോക്കി കരയുന്നത് ഞാനല്ല മരിച്ചേ. വാങ്ങി വെക്കാൻ സൈഡിലോട്ട് മാറി കൊച്ചായി. എന്നാലും പുള്ളിയുടെ കാര്യം ഭയങ്കര കഷ്ടമായിപ്പോയല്ലേ. അതെ, നമ്മള് പറഞ്ഞടാ എല്ലാരും വന്നൂടെ അവിടെ. എല്ലാരും ഉണ്ടെന്നാ എന്തൊക്കെയാണ് ഇവിടെ? എന്തോ ഒരു ലോകം. അമ്പേ ഹലോ ഹലോ പോരാ പറയട്ടാ പണ്ട് മുതലുള്ള ആഗ്രഹമാടാ ഹിമക്ക റെഡിയാക്കാൻ. നമ്മ ഹിമക്ക റെഡിയാക്കാന്നോണ്ട് ഹിമക്കരടിയുടെ ഫോട്ടോ എടുക്കാൻ പോയിട്ട് അവിടെ നിന്ന് TV എപ്പിച്ചെന്ന് പറഞ്ഞ് ഹിമക്കരടി പിറ്റിട്ടിണ്ടി നേരിട്ടും മറ്റേ നെയ്യെടുക്കാനുള്ള പരിശ്രമത്തിലാണെന്നാണ് എല്ലാരും പറയുന്നത്. ഇല്ലടാ ബോഡി ഇല്ലടാ. പഴയ ജെട്ടി കിടപ്പുണ്ട്. മലയുടെ പഴയ ജെട്ടി അന്നുവിന്റെ പേരിലുള്ള ജോക്കിന്റെ പേരിലുള്ള ഒരു ജെട്ടി തൽക്കാലം അത് ഒഴുക്കാനാണ് ഇവിടെ പ്ലാൻ. വിശ്വസിക്കാൻ പറ്റുന്നില്ല ബാബു. ഇത് എന്ത് ചെയ്യാനടാ? ഹിമക്കരടിക്കറിയാവോടാ ഗ്യാങ്ങാണ് മറ്റേതാണ് മറിച്ചതാണ്. ഇവിടെ 5 ദിവസം മുന്നേ ഫ്ലൈറ്റ് പിടിച്ച് പോയതാടാ ഹിമാലയയിലോട്ട്. സ്വെറ്ററൊക്കെ കൊണ്ടുപോയി, ഒന്നും കിട്ടിയില്ലടാ. അകത്തോട്ട് വാ എടാ, എല്ലാരും അകത്തോട്ട് വാ. ബാബു കഞ്ഞിയൊക്കെ അലീനയുടെ കൂട്ടുകാരൊക്കെ നിൽക്കാൻ കുഴപ്പമില്ലല്ലോ. അവര് വെച്ചോട്ടെ ബാബു. അലീന മുളയില്ലാതെ പിന്നെ ഇനി എന്റെ ഗ്യാങ് ഹൗസിൽ പെണ്ണ് കയറിയാണ്ട് ആള് കയറിയാണ്ട്. വാ, ആരും ബഹളം വെക്കല്ലേ. രാമായണം വായിക്കുവാണ്. ആരും ബഹളം വെക്കല്ലേ. രാമായണം വായിക്കുവാണേ. ഇവിടെ ആരും ബഹളം വെക്കല്ലേ. തോർത്തില്ല മാനോടുന്നുണ്ടോ തേൻ കൂടുമുണ്ടോ കിളികൾ പലതുണ്ട് കാടറാൻ വാ കൂടറാൻ എല്ലാരും ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു മനുഷ്യൻ സിനിമ പാട്ടല്ലേ? മാണിക്കച്ചേറ വെളിയില് കഞ്ഞി വന്നിട്ടുണ്ട്. ആരും ഓടില്ലേ. പോയി കുടിക്കണേ, പയ്യെ പോയി കുടിക്കണേ. ഉണ്ട് എല്ലാവർക്കും തരാം. ചന്ദ്രന്റെ ബാക്കി ആരും അറിഞ്ഞില്ലല്ലോടാ. ചന്ദ്ര ഫോട്ടോ മരിച്ച ദിവസമെങ്കിലും ആരും സമ്മാനായിട്ട് നിക്കട്ടെ. 5-6 പേര് മരിച്ച ദിവസമല്ലടാ. ഹലോ, ഈ ബിരിയാണിയോടെ കാലിന്റെ ഇടയിൽ താഴെ കാലിന്റെ അടിയിൽ രാമായണം വായിക്കുന്ന ഒരു ഭരണ വീട്ടിൽ കിടന്നത് എല്ലാരും ഇങ്ങനെ ബേളം. അവിടെ രാമായണം വരെയൊക്കെ കേൾക്കുന്ന പോലും. രാമായണം വായിക്കാൻ പറ.
ഓക്കെ 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 എടാ എല്ലാരും മിണ്ടായിരിക്കും രാമായണം വായിക്കണോ പറഞ്ഞല്ലേടാ എല്ലാരും രാമായൺ വായിച്ചോ. കൂട്ടുകാരുടെ പേരെന്താ? കാരുണ്യമൂർത്തി വരിക വരിക സൗണ്ട് ഇഷ്ടമല്ല. രാമായണമാണ്, കറക്റ്റ് രാമായണമാണ്. ചെറുക്കന 2000 കോടിക്കാണ് ഇറക്കിയിരിക്കുന്നത്. രാമായണം രാമായണം കണ്ടിനോ? കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ഈ കൊച്ചിന് വയറുവേരെടുക്കേണ്ടത് മോളെ പുറത്തേക്ക് പൂജാരിയായിട്ട് വാടാ. വാസനം പോയി. ഇന്നലെ വരെ ഓടി നടന്ന ആളെ ഇതൊക്കെ ആരൊക്കെ വന്ന് കരയുടെ എന്നെ ഒരു പരിചയമില്ലാത്ത എല്ലാവർക്കും വിഷമുള്ളത് ആരും ബഹളം ഉണ്ടാകല്ലേ. മലയാളി കൂട്ടുകാരൻ വാ. മലയാളിയുടെ അവസാനത്തെ ജട്ടി മാത്രം കൊണ്ടൊഴിക്കാൻ കടലില് പാടിയില്ല. മലയാളിയുടെ ബോഡി ഒഴിക്കാൻ പോണേ. ഇവിടെ അപ്പുറത്ത് നടന്നാ പോരെ. മലയാളിയുടെ മറ്റേ കൂട്ടുകാരെ വിട്ടാ. എന്റെ പൊന്നു ഇതൊക്കെ കണ്ട ഇതെവിടെ ഒഴുക്കാൻ പോയത്? നമ്മൾ 2 ഡിസ്റ്റൻസ് 5 ഡിസ്റ്റൻസ് ബാക്കി അതാരാ ബാക്കിൽ കഴിയുന്നേ? ചന്ദ്ര നോയിക്കൊള്ളേടാ. നടക്കടേ ഓടല്ലടേ ഓടിയൊക്കെ കാണാൻ എല്ലാരും ബാക്കിലോടിക്കാൻ പറയടാ. അപ്പൊ അറിഞ്ഞും അറിയാതെയും പലരും മുലലയോട് പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. പലരോടും പൈസ വാങ്ങിയിട്ടുണ്ട്, കള്ളം പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കണം, നമ്മളെ മുലലയോട് ക്ഷമിക്കണം. അവസാനത്തെ കഷ്ടത്തിൽ തൊട്ട് പറയണം ക്ഷമിക്കണമെന്ന്. അങ്ങ് സ്വർഗത്തിൽ നമ്മുടെ മുലലിക്ക് പോലുള്ള വഴി നിങ്ങൾ ഒരുക്കി കൊടുക്കണം ഓരോരുത്തരും. ആരും മുലലയോട് പിടിക്കരുത്. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ ബോഡി കടലിലേക്ക് ഒഴുക്കുവാണ്. ആരും കുടുംബാംഗങ്ങള് മാത്രം കൊണ്ട് പോയാ മതി. കുടുംബാംഗങ്ങള് പോയാ മതി, എല്ലാരും പോണതില്ല. മാറിയ ബോഡി കൊണ്ടോട്ടാ. എടാ അപ്പം മലയാളിയുടെ ബോഡി അങ്ങോട്ട് ഒഴുക്കുവാണ് എല്ലാരെയും സമ്മതത്തോടു കൂടി. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുന്നു. ആ ഷോട്ട് എവിടെ ക്യാമറ വെച്ച് എടുക്കണമെന്നാ ചോദിച്ചത്. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. ക്യാമറ വെള്ളത്തിൽ ചാടിയതാരല്ലോ. അന്നുള്ള സമയത്ത് എന്നെ കൺട്രോൾ ചെയ്യാരുമില്ലടാ. പാടാ കിട്ടി കത്തിക്കാൻ അന്നുള്ളപ്പോ അന്നെ കൺട്രോൾ ഇനി ആരുമില്ലടാ. നാളെ സിറ്റി കത്തിക്കും. എന്തൊക്കെയാടാ എന്റെ അമ്മോ.
ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് മൂന്നാമതൊരാൾ അറിഞ്ഞ അമ്പത്തൂരെ നിന്നെ കൊന്നതാ ഈ കടലിലെറിയും ഞാൻ. അണ്ണന് തോന്നുന്നുണ്ടോ ഇത്ര പേരായിട്ട് എന്റെ വായിൽ എന്തെങ്കിലും വീണിട്ടുണ്ടോ? ആ എന്തെങ്കിലും ഞാൻ ഫുഡ് കൊടുത്ത് അഭിനയൊക്കെ അവിടെ കണ്ടായിരുന്നു. എപ്പോഴെങ്കിലും താടി വരണമെന്ന് പറഞ്ഞില്ലേ? വെറുതെ അവിടെ പോയിട്ട് കരടിയുടെ നെയ്യിട്ടിട്ട് മുഖത്തേക്ക് പറയല്ലേ ടിവിയെ പിടിച്ചിട്ടുണ്ട്. കരടി വരോ മൊലാളിയെ കാണാട്ടിന്റെ പേരിൽ 2 കോ ലീഡറിനെയും ഹിമക്കരടി റെസ്റ്റോറന്റ് ഞാനും ചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട്. നാളെ ആ ബോഡിയും കിട്ടും. അപ്പൊ പിന്നെ നമ്മളെ ഉള്ളൂ. പിന്നെ മെന്യണ്ണന്റെ കാര്യം ആലോചിച്ച് ആരും വിഷമിക്കണ്ട. അത് ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഹിമക്കരടിക്കാരെ ഞാൻ വിട്ടുകൊടുക്കുന്നില്ല തൽക്കാലം. തീർന്നല്ലോ. അത് ഹിമക്കരടിക്ക് ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. അയ്യോ അതെങ്കിലും കണ്ടുപിടിച്ചതാ. കൺമണി എന്താ നോക്കിയിരിക്കുന്നു? വാ ഒരു മിനിറ്റ്. കൺമണി കൺമണി അയ്യോ ആരുടെയെങ്കിലും വിളി കേൾക്കുന്നുണ്ടോ? ആ കുറെ നേരോട്ട് വിളിച്ചില്ല. ചട്ടി എടുത്താന്ന്. അതല്ല, വേറെ ആരെങ്കിലും കൺമണിന്ന് വിളിക്കുന്ന കേട്ടായിരുന്നോ? ഇല്ല, കേട്ടില്ലേ? ഇല്ല. കൺമണി കൺമണി കേട്ടോ? എന്റെ പൊന്നു കൺമണി, ഇത് ഞാനാ. തിരിഞ്ഞു നോക്ക്. ഹെൽമെറ്റ് മാറ്റി. വാസുട്ടി കൺമണി വാസുട്ടി വാസുട്ടി എന്തോ വാസുട്ടി ഐ ലവ് യു. ലവ് യു കൺമണി. ഒന്ന് വന്നേ, ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൂര് ഈ സ്വത്തൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടി ചെയ്തതാണോ? ആ ഓ അവന് പണ്ടേ തോട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ, വേഷപ്പട്ടി. അവന്റെ നമ്പർ തന്നെ സേവ് ചെയ്ത് വെച്ചിരിക്കണ എന്താണ്? വേഷപ്പട്ടി എന്നാണ്. കയ്യിൽ ഫോണില്ലാറല്ലേ കാണിച്ചു തരാറ്. ഞാനേ റേഡിയോയിൽ കണക്റ്റഡ് അല്ലേ ഇപ്പോഴും എല്ലാരും? ജസ്റ്റ് ചോദിച്ച ചുമ്മാ. ഹലോ, റേഡിയോയിൽ എല്ലാരും ഇല്ലേ? ഹലോ, എല്ലാരും റെസ്പോണ്ട് ചെയ്യണേ. അത്യാവശ്യമാണ്, സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ വാറിലൊരു മെസ്സേജ് ഇടും. അപ്പൊ നീ വെറുതെ റേഡിയോയില് വാറിൽ എന്തോ വന്നേക്കുന്നത് നോക്കണമെന്ന് പറഞ്ഞേട്ടാ. ഓക്കെ, ഈ ഒരു മെസ്സേജ് ഇട്ടിട്ട് ഞാൻ പോവും. പിന്നീട് എന്റെ ഐഡന്റിറ്റി ആർക്കും അറിയത്തില്ല എവിടെയാണെന്ന് തൽക്കാലത്തേക്കിന്. അപ്പൊ അതുവരെ തൽക്കാലത്തേക്കിന് ആരും അറിയണ്ട. വെയിറ്റ്. ഞാൻ കാര്യം ചെയ്യട്ടാ. ചന്ദ്രൻ ടോയ്ലറ്റാ ഉറപ്പല്ലേ? അണ്ണനാ? ഏടണ്ണേ? ആരണ്ണേ? റേഡിയോയിലുണ്ടോ അണ്ണാ? അതല്ല ഫേക്ക് ആയിരിക്കടാ. എടാ നിങ്ങൾ ഇങ്ങനെ എന്താടാ ഒരുമാതിരി ഇങ്ങനെ അങ്ങോട്ട് പോയ ഒരു കാര്യം നിനക്ക് നീ പറഞ്ഞേക്കുള്ളതായിരിക്കുമല്ലോ, എപ്പോഴത്തെ പോലെ ആയിരിക്കില്ലല്ലോ അല്ലേ ചന്ദ്രാ? ഈ കേസ് വെച്ച് ഞാൻ കള്ളം പറയോ? എന്റെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ രാവിലെ ഞാൻ സ്വപ്നം കണ്ട് മുരളി ഇങ്ങനെ മരിക്കണായിട്ട്.
അപ്പൊ ഞാൻ അപ്പൊ തന്നെ പോയി ഒരു കബഡി നിർത്തി നോക്കി. അപ്പൊ ആ ജോത്സ്യനാണ് പറഞ്ഞത് മുരളി മരിച്ച് കൺഫേം ആണെന്ന്. ജോൾസിനാണ് പറഞ്ഞല്ലേ? അങ്ങനല്ലേ ആദ്യമേ പറയുന്നേ. പക്ഷെ ആ പുള്ളിക്കാരൻ പറഞ്ഞൊന്നും ബലിക്കായിരുന്നില്ലടാ. പുള്ളിക്കാരൻ ഇതുവരെ എല്ലാം മരിച്ചിട്ടുണ്ട്. എല്ലാരും പറഞ്ഞ എല്ലാരും. നിന്റെ പേര് ചോദിക്കാവുള്ളായിരുന്നു അവിടെ. നീ എന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കര ജോത്സ്യനാണ്. പുള്ളിക്കാരൻ പറഞ്ഞ തെറ്റൂല. മരിച്ചെന്ന് പറഞ്ഞാൽ മരിച്ച് കൊറേ ദിവസം ഒരു കോളെങ്കിലും വിളിക്കൂലടാ. ഇത്രയും ദിവസമല്ലടാ. ആ എന്നാലും എനിക്ക് ചെറിയൊരു ആവലാതി. എന്തൊരു വേവലാതി. നമുക്ക് സത്യം പറയല്ലേ, ഞാൻ ജോത്സ്യം പറഞ്ഞേ എനിക്ക് രാജകാലമാണ് ഇനി. 25 വയസ്സ് മുതൽ ഞാൻ രാജാവായിരിക്കും പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് എനിക്ക് 25 ആവാറായി. ഒരു ഇതൂടെ ഇട്ടിട്ട് പോവാം. വെയിറ്റ് എന്റെ KGF വീണ്ടെടുക്കാൻ ഞാൻ തിരിച്ചു വരും. ഇതിനൊക്കെ ഒരു സംശയമുണ്ട് എന്നെ ഇപ്പോഴും. എന്റെ പെട്ടി എവിടെ ഇരിക്കുന്നു ബാബു? ചന്ദ്ര പോലെ ചന്ദ്ര കിട